വളരെ ദുഃഖകരമായൊരു സമയത്താണ് ഞങ്ങളിപ്പോൾ നിലകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഡ്രൈവർ, ഞങ്ങളെ ഈ അങ്ങാടിയിൽ ഓടുന്ന ഡ്രൈവറാണ്. ചെറുപ്പക്കാരനായ ഡ്രൈവർ ഇന്ന് ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? അയാൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണില്ല കൊണ്ടോട്ടിയിലെ MVD ഉദ്യോഗസ്ഥർ. എൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്, ടാക്സ് ഉണ്ട്, എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് എന്താണ് കുഴപ്പം? ആ വണ്ടിയിൽ ചെറിയൊരു കമ്പി ഉണ്ട്, സ്റ്റീലിൻ്റെ കമ്പി. ആ കമ്പി കൊണ്ട് യാത്രക്കാർക്കൊരു ബുദ്ധിമുട്ടില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്താണ്, ഇയാൾ RT ഓഫീസിലേക്ക് നേരിട്ടാണ് ചെന്നത്. ഏജൻറ്റ് മുഖേന പോയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. ഫിറ്റ്നസ് കൊടുക്കാതിരിക്കാനുള്ള കാരണം പറയണത്. അങ്ങനെ ഇയാൾ നിരന്തരം പലതട്ട ഇതേ വണ്ടി വെച്ച് കഴിഞ്ഞ് 2 തവണ ഇയാൾ ഫിറ്റ്നസ് വാങ്ങിയതാണ് ഈ ഡ്രൈവർ. ഈ പ്രാവശ്യം എന്താണ്, ഈ ഉദ്യോഗസ്ഥൻ പുതിയ വന്ന ആളായിരിക്കും, നമുക്കറിയില്ല, അയാൾ ഫിറ്റ്നസ് കൊടുക്കണില്ല. അതിന് കാരണം കാണിച്ചത് ഇപ്പോൾ ഒരു ചെറിയ കമ്പി, ഈ വണ്ടിയിലൊക്കെ നോക്കിയാൽ കാണാം ആ കമ്പി. അതേപോലെ ഒരു കമ്പി ഉള്ളതാണ് ഇപ്പോൾ അതിന് ഫിറ്റ്നസ് കൊടുക്കില്ല എന്ന് പറയാനുള്ള കാരണം. അത് ഞങ്ങളൊരു യുവാവിൻ്റെ ജീവൻ നഷ്ടത്തിലായി. ഇപ്പോൾ കേരളത്തിൽ ഓരോ RT ഓഫീസിലും ഓരോ നിയമമാണ്. ഇപ്പോൾ കൊണ്ടോട്ടിയിൽ ഒരു നിയമമാണെങ്കിൽ വടകര വേറെ നിയമം, പാലക്കാട് വേറെ നിയമം. ഇതൊക്കെ എന്താണ് ഈ സിസ്റ്റം ആകെ? ഇപ്പോൾ കേരളത്തിൽ ഭരണങ്ങൾ ഇങ്ങനെ മാറി വരുന്നുണ്ടെന്നല്ലാതെ നിയമങ്ങളും സിസ്റ്റങ്ങളൊന്നും മാറണില്ല. ജനങ്ങളെ, പാവപ്പെട്ട തൊഴിലാളികളെ, ഇതിപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണ്, കൈക്കൂലി കൊടുക്കാൻ ഏജൻറ്റ് മുഖേന ആകുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പൈസ കിട്ടും, അത് കിട്ടുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഇവിടെ എന്തായത്, ഇയാൾക്കെതിരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഈ വണ്ടിക്കാരന് കൊടുക്കാതിരുന്നത്. അപ്പോൾ എന്താണ്, പാവപ്പെട്ട തൊഴിലാളിയുടെ അണ്ണാക്കിൽ വരെ കൈയിട്ട് വാരുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഉള്ളത്. കൊണ്ടോട്ടിയിലുള്ളത് ഇപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഒരു യുവാവിൻ്റെ ജീവൻ ആ കുടുംബത്തിനാണ് ഇപ്പോൾ നഷ്ടമായത്. ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത്, ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടത്. ഇതിനെതിരെ പ്രതിഷേധിക്കുക. ഏതറ്റം വരെ ഉദ്യോഗസ്ഥനെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ഉള്ളിലാക്കുന്നത് വരെ ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ്.